ശാന്തി 26/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ കൈ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ബാബയെ ഓർമ്മിച്ച് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആയി മാറും. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ ഏതൊരു ഉല്ലാസം ഉണ്ടായിരിക്കേണ്ടതാണ്? സിംഹാസനസ്ഥർ ആകുന്നതിൻ്റെ വിധി എന്താണ്? ഉത്തരം: സദാ ഈ ഉല്ലാസം ഉണ്ടായിരിക്കണം. ജ്ഞാനസാഗരമായ ബാബ ദിവസവും നമുക്ക് ജ്ഞാനരത്നങ്ങളുടെ താലങ്ങൾ നിറച്ച് നൽകുന്നു. എത്ര യോഗത്തിലിരിക്കുമോ അത്രയും ബുദ്ധി കാഞ്ചനം ആയിക്കൊണ്ടിരിക്കും. ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ തന്നെയാണ് കൂടെ പോകുന്നത്. സിംഹാസനസ്ഥർ ആകണമെങ്കിൽ മാതാപിതാക്കളെ പൂർണ്ണമായും ഫോളോ ചെയ്യൂ. ആ ഒന്നിൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കൂ. മറ്റുള്ളവരെയും തനിക്ക് സമാനം ആക്കൂ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഈ സമയത്ത് എവിടെ ഇരിക്കുകയാണ്? ആത്മീയ പിതാവിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അഥവാ പാഠശാലയിൽ ഇരിക്കുകയാണ് എന്ന് പറയും. ബുദ്ധിയിലുണ്ട് നമ്മൾ ആത്മീയ പിതാവിൻ്റെ മുന്നിലിരിക്കുകയാണ്. ആ ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. അഥവാ ഭാരതത്തിൻ്റെ റൈസും ഫോളും, ഉയർച്ചയും വീഴ്ചയും എങ്ങനെ ഉണ്ടാകുന്നു എന്നതും പറഞ്ഞു തരുന്നു. ഭാരതം പാവനമായിരുന്നു, അതിപ്പോൾ പതീതമാണ്. ഭാരതം ശിരസിലെ കിരീടമായിരുന്നു. പിന്നെ ആരാണ് ജയം നേടിയത്? രാവണൻ. രാജപദം പാഴാക്കി. അപ്പോൾ ഫോൾ ഉണ്ടായല്ലോ. രാജാവായി ആരുമില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെയും പതീതം തന്നെയായിരിക്കും. ഈ ഭാരതത്തിൽ തന്നെയാണ് സൂര്യവംശി മഹാരാജാവും മഹാറാണിയും ഉണ്ടായിരുന്നത്. സൂര്യവംശി മഹാരാജാക്കന്മാരും ചന്ദ്രവംശി രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ലോകത്തിൽ ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മുടെ ആത്മീയ പിതാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മീയ പിതാവിൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിയുന്നത് ഗൃഹസ്ഥ വ്യവഹാരത്തിലാണ്. എന്നാൽ ബുദ്ധിയിൽ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ സംഗമയുഗത്തിൽ നിൽക്കുന്നു. പതീത ലോകത്തിൽ നിന്നും നമ്മൾ പാവന ലോകത്തിലേക്ക് പോകുന്നു. കലിയുഗമാണ് പതീത യുഗം, സത്യയുഗമാണ് പാവനയുഗം. പതീത മനുഷ്യർ പാവന മനുഷ്യരുടെ മുന്നിൽ പോയി നമസ്കരിക്കുന്നു. അവരും ഭാരതത്തിലെ മനുഷ്യരാണ്, എന്നാൽ അവർ ദൈവിക ഗുണം ഉള്ളവരാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മളും ബാബയിലൂടെ ഇങ്ങനെയുള്ള ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ഈ പുരുഷാർത്ഥം ചെയ്യുകയില്ല. അവിടെയാണെങ്കിൽ പ്രാപ്തിയാണ്. ഇവിടെ പുരുഷാർത്ഥം ചെയ്ത് ദൈവിക ഗുണം ധാരണ ചെയ്യേണ്ടതുണ്ട്. സദാ തൻ്റെ പരിശോധന നടത്തണം. നമ്മൾ ബാബയെ എത്രത്തോളം ഓർമ്മിച്ച് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും സതോ പ്രധാനമാകും. ബാബയാണെങ്കിൽ സദാ സതോ പ്രധാനമാണ്. ഇപ്പോഴും പതീത ലോകവും പതീത ഭാരതവുമാണ്. പാവന ലോകത്തിൽ പാവന ഭാരതമായിരുന്നു. നിങ്ങളുടെ അടുക്കൽ എക്സിബിഷനിൽ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള മനുഷ്യർ വരുന്നു. ചിലർ പറയുന്നു, ആഹാരം ആവശ്യമായിരിക്കുന്നത് പോലെ ഈ വികാരവും ആഹാരമാണ്, ഇതില്ലാതെ മരിച്ചു പോകും എന്ന്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. സന്യാസിമാർ പവിത്രമാകുന്നു, പിന്നെ മരിച്ചു പോകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുന്നവരെ കുറിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. ചിലർ വളരെയധികം അജാമിളിനെ പോലെ പാപിയായിരിക്കും. അവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആഹാരവുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ തക്കവണ്ണം ഇതില്ലാതെ നിങ്ങൾ മരിച്ചു പോകുമോ എന്ന് പറയണം. ആര് സ്വർഗത്തിൽ വരുന്നവരായിരിക്കുമോ അവർ സതോ പ്രധാനമായിരിക്കും.
പിന്നീട് സതോ രജോ തമോയിലേക്ക് വരുന്നുവല്ലോ. ആരാണോ പിന്നീട് വരുന്നത് ആ ആത്മാക്കൾ നിർവികാരി ലോകം കണ്ടിട്ടേയില്ല. അപ്പോൾ ആ ആത്മാക്കൾ ഇങ്ങനെയൊക്കെ പറയും, ഇതില്ലാതെ നമുക്ക് കഴിയാൻ സാധിക്കില്ല എന്ന്. ആര് സൂര്യവംശിയായിരിക്കുമോ അവർക്ക് ഉടൻ ബുദ്ധിയിൽ വരും, ഇത് സത്യമായ കാര്യമാണ്. തീർച്ചയായും സ്വർഗത്തിൽ വികാരത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരുന്നില്ല. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള മനുഷ്യർ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആരെല്ലാമാണ് പുഷ്പമാകുന്നവർ. ചിലരാണെങ്കിൽ മുള്ളായി തന്നെ അവശേഷിക്കുന്നു. സ്വർഗത്തിൻ്റെ പേര് തന്നെ പുഷ്പങ്ങളുടെ പൂന്തോട്ടം എന്നാണ്. ഇത് മുള്ളുകളുടെ കാടാണ്. മുള്ളുകളും അനേകം പ്രകാരത്തിലുള്ളവയുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പുഷ്പമായി കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ ലക്ഷ്മി നാരായണൻ സദാ റോസാ പുഷ്പമാണ്. ഇതിനെ പറയുന്നത് കിങ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. ദൈവിക ഫ്ലവേഴ്സിൻ്റെ രാജ്യമാണല്ലോ. തീർച്ചയായും അവരും പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാകും. പഠനത്തിലൂടെയാണല്ലോ ആയത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ ഈശ്വരീയ ഫാമിലിയിലേതായിരിക്കുകയാണ്. മുൻപ് ഈശ്വരനെ അറിഞ്ഞിരുന്നതേയില്ല. ബാബ വന്ന് ഈ ഫാമിലി ഉണ്ടാക്കിയിരിക്കുകയാണ്. ബാബ ആദ്യം സ്ത്രീയെ അഡോപ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിലൂടെ കുട്ടികളെ രചിക്കുന്നു. ബാബയും ഇദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തു, പിന്നെ ഇദ്ദേഹത്തിലൂടെ കുട്ടികളെ രചിച്ചിരിക്കുന്നു. ഇതെല്ലാം ബ്രഹ്മകുമാർ കുമാരിമാർ ആണല്ലോ. ഈ ബന്ധം പ്രവൃത്തി മാർഗത്തിൻ്റെതാകുന്നു. സന്യാസിമാരുടേത് നിവൃത്തി മാർഗമാണ്. അതിൽ ആരും മമ്മ ബാബ എന്ന് പറയുന്നില്ല. ഇവിടെ നിങ്ങൾ മമ്മ ബാബ എന്ന് പറയുന്നു. മറ്റേതെല്ലാം സത്സംഗങ്ങളുണ്ടോ അതെല്ലാം നിവൃത്തി മാർഗത്തിൻ്റെതാണ്. മാതാവും പിതാവും എന്ന് പറഞ്ഞു വിളിക്കുന്ന ഒരേ ഒരു പിതാവാണ് ഇത്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭാരതത്തിൽ പവിത്ര പ്രവൃത്തി മാർഗം ഉണ്ടായിരുന്നു, ഇപ്പോൾ അപവിത്രം ആയിരിക്കുന്നു. ഞാൻ വീണ്ടും അതേ പ്രവൃത്തി മാർഗം സ്ഥാപിക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ എന്തിന് മറ്റ് പഴയ ധർമ്മത്തിലുള്ളവരുടെ കൂട്ടുകൂടണം? നിങ്ങൾ സ്വർഗത്തിൽ എത്ര സന്തോഷമായി കഴിയുന്നു. വജ്രവൈഢൂര്യങ്ങളുടെ കൊട്ടാരം ഉണ്ടായിരിക്കും. ഇവിടെ അമേരിക്ക, റഷ്യ തുടങ്ങിയവയിൽ എത്ര ധനികർ ഉണ്ടായിരുന്നാലും സ്വർഗത്തിലേതുപോലെയുള്ള സുഖമുണ്ടാവുക സാധ്യമല്ല. സ്വർണത്തിൻ്റെ ഇഷ്ടിക ഉള്ളതുപോലെയുള്ള കൊട്ടാരം ആർക്കും നിർമ്മിക്കാൻ സാധിക്കില്ല. സ്വർണത്തിൻ്റെ കൊട്ടാരമുണ്ടായിരിക്കുന്നത് തന്നെ സത്യയുഗത്തിലാണ്. ഇവിടെ സ്വർണം എവിടെയാണുള്ളത്? അവിടെയാണെങ്കിൽ ഓരോ സ്ഥാനത്തും വജ്ര വൈഢൂര്യങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ വജ്രങ്ങൾക്കും എത്ര വില ആയിരിക്കുകയാണ്. ഇതെല്ലാം മണ്ണിനോട് ചേരും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. പുതിയ ലോകത്തിൽ വീണ്ടും എല്ലാ പുതിയ ഖനികളും നിറയും. ഇപ്പോൾ ഇതെല്ലാം ശൂന്യമായി കൊണ്ടിരിക്കും. സാഗരം വജ്രവൈഢൂര്യങ്ങളുടെ താലങ്ങൾ വിതരണം ചെയ്തു എന്ന് കാണിക്കുന്നു. അവിടെ നിങ്ങൾക്ക് വജ്രവൈഢൂര്യങ്ങൾ ധാരാളം ലഭിക്കും. സാഗരത്തെയും ദേവതാരൂപമായി മനസ്സിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ബാബയാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സദാ ഉല്ലാസം ഉണ്ടായിരിക്കണം. ജ്ഞാനസാഗരമായ ബാബ നമ്മളെ ദിവസവും ജ്ഞാനരത്നങ്ങളുടെയും വൈഡൂര്യങ്ങളുടെയും താലങ്ങൾ നിറച്ചു നൽകുന്നു. പിന്നെ അതാണെങ്കിൽ ജലത്തിൻ്റെ സാഗരമാണ്. ബാബ കുട്ടികളായി നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. അത് നിങ്ങൾ ബുദ്ധിയിൽ നിറയ്ക്കുന്നു. എത്ര യോഗത്തിൽ ഇരിക്കുമോ അത്രയും ബുദ്ധി കാഞ്ചനമായിരിക്കും. ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൂടെ പോകുന്നത്. ബാബയുടെ ഓർമ്മയും ഈ നോളജുമാണ് മുഖ്യം. കുട്ടികളായ നിങ്ങൾക്ക് ഉള്ളിൽ വളരെയധികം ഉത്സാഹം ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബയും ഗുപ്തമാണ്, നിങ്ങളും ഗുപ്ത സേനയാണ്. നോൺ വയലൻസ്, അൺനോൺ വാരിയേഴ്സ് എന്ന് പറയുന്നുവല്ലോ.
ഇന്നയാൾ വലിയ ഗുസ്തിക്കാരനാണ്, വാരിയറാണ്, പക്ഷേ പേരോ അടയാളമോ അറിയില്ല എന്നാവുക സാധ്യമല്ല. ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ ഓരോരുത്തരുടെയും പേരും അടയാളവും പൂർണ്ണമായും ഉണ്ടായിരിക്കും. അൺനോൺ വാരിയേഴ്സ് നോൺ വയലൻസ് എന്നത് നിങ്ങളുടെ നാമമാണ്. ഏറ്റവും ആദ്യത്തെ ഹിംസ ഈ വികാരമാണ്. അത് തന്നെയാണ് ആദ്യ മധ്യ അന്ത്യം ദുഃഖം നൽകുന്നത്. അതിനാൽ പറയുന്നു, ഹേ പതീത പാവന, പതീതരായ നമ്മളെ വന്ന് പാവനമാക്കൂ. പാവന ലോകത്തിൽ പതീതമായ ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. ഇത് കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പോൾ തന്നെയാണ് നമ്മൾ ഭഗവാന്റെ കുട്ടികളായിരിക്കുന്നത്, ബാബയിൽ നിന്നും സമ്പത്ത് നേടുവാൻ. പക്ഷേ മായയും കുറവൊന്നുമല്ല. മായയുടെ ഒരേ ഒരു ഇടി ഈ വിധം ഏൽക്കുന്നു, അത് പൂർണ്ണമായും ഗട്ടറിലേക്ക് വീഴ്ത്തുന്നു. വികാരത്തിൽ ആരാണോ വീഴുന്നത്, അപ്പോൾ ബുദ്ധി പൂർണ്ണമായും ഇല്ലാതായി പോകുന്നു. ബാബ എത്രമാത്രം മനസ്സിലാക്കിച്ചു തരുന്നു. പരസ്പരം ദേഹധാരിയോട് ഒരിക്കലും പ്രീതി വയ്ക്കാതിരിക്കൂ. നിങ്ങൾക്ക് പ്രീതി വയ്ക്കേണ്ടത് ഒരു ബാബയോടാണ്. ഒരു ദേഹധാരിയോടും സ്നേഹം വയ്ക്കരുത്. സ്നേഹം വയ്ക്കാൻ പാടില്ല. സ്നേഹം വയ്ക്കേണ്ടത് ദേഹരഹിതനും വിചിത്രവുമായ ബാബയോടാണ്. ബാബ എത്ര മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. ഭാഗ്യത്തിലില്ലെങ്കിൽ പരസ്പരം ദേഹത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളും രൂപ് ആണ്. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും രൂപം ഒന്ന് തന്നെയാണ്. ആത്മാവ് ചെറുതോ വലുതോ ആകുന്നില്ല. ആത്മാവ് അവിനാശിയാണ്. ഓരോരുത്തരുടെയും പാർട്ട് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര അനേകം മനുഷ്യരുണ്ട്, പിന്നെ 9-10 ലക്ഷമാകും. സത്യയുഗത്തിൻ്റെ ആദിയിൽ എത്ര ചെറിയ വൃക്ഷമായിരിക്കും. പ്രളയം ഒരിക്കലും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാം ഏതെല്ലാം മനുഷ്യരുണ്ടോ, ആ എല്ലാ ആത്മാക്കളും മൂലവതനത്തിൽ വസിക്കുന്നു. അവരുടെയും വൃക്ഷമുണ്ട്. വിത്ത് വിതയ്ക്കുമ്പോൾ അതിൽ നിന്നും മുഴുവൻ വൃക്ഷവും വരുന്നുവല്ലോ. ആദ്യം 2 ഇലകൾ വരുന്നു. ഇതും പരിധിയില്ലാത്ത വൃക്ഷമാണ്. ഗോളം, അതായത് സൃഷ്ടിചക്രം ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് എത്ര സഹജമാണ്. ചിന്തിക്കൂ. ഇപ്പോൾ കലിയുഗമാണ്. സത്യയുഗത്തിൽ ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര കുറച്ച് മനുഷ്യരായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ എത്ര മനുഷ്യരുണ്ട്, എത്ര ധർമ്മങ്ങളുണ്ട്. മുൻപ് ഉണ്ടായിരുന്നില്ലാത്ത ഇത്രയും പേർ പിന്നെ എവിടെ പോകും? എല്ലാ ആത്മാക്കളും പരംധാമത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഇതുപോലെ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അതേപോലെ നിങ്ങളെയും ആക്കുന്നു. നിങ്ങൾ പഠിച്ച് ആ പദവി നേടുന്നു. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് ഭാരതവാസികൾക്ക് തന്നെയാണ് നൽകുന്നത്. ബാക്കി എല്ലാവരെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി. എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും പദവി നേടും. എത്രത്തോളം ശ്രീമത്തനുസരിച്ച് നടക്കുമോ അത്രയും ശ്രേഷ്ഠമാകും. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിന്മേലാണ്. മമ്മയുടെയും ബാബയുടെയും സിംഹാസനസ്ഥർ ആകണമെങ്കിൽ പൂർണ്ണമായും ഫോളോ ഫാദർ മദർ. സിംഹാസനസ്ഥർ ആകുന്നതിനു വേണ്ടി അവരുടെ പെരുമാറ്റങ്ങൾക്കനുസൃതമായി നടക്കൂ. മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കൂ. ബാബ അനേകം പ്രകാരത്തിലുള്ള യുക്തികൾ പറഞ്ഞു തരുന്നു. ഒരു ബാഡ്ജ് കൊണ്ട് തന്നെ നിങ്ങൾ ആർക്കും നല്ല രീതിയിൽ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. പുരുഷോത്തമ മാസം ആകുമ്പോൾ ബാബ പറയുന്നു, ചിത്രങ്ങൾ ഫ്രീ ആയി നൽകൂ. ബാബ സമ്മാനം നൽകുന്നു. പൈസ കയ്യിൽ വന്നു ചേരുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കും, ബാബയ്ക്കും ചിലവുണ്ടാകുന്നുവല്ലോ. പിന്നെ വേഗം അയച്ചു തരും. വീട് ഒന്ന് തന്നെയാണല്ലോ. ഈ ട്രാൻസ്ലൈറ്റിൻ്റെ ചിത്രങ്ങളുടെ എക്സിബിഷൻ തയ്യാറാവുകയാണെങ്കിൽ എത്ര പേർ കാണുവാനായി വരും?
പുണ്യത്തിൻ്റെ പ്രവൃത്തിയാണല്ലോ. മനുഷ്യരെ മുള്ളിൽ നിന്നും പുഷ്പവും പാപാത്മാവിൽ നിന്നും പുണ്യാത്മാവുമാക്കുന്നു. ഇതിനെ വിഹംഗമാർഗം എന്ന് പറയുന്നു. എക്സിബിഷനിൽ സ്റ്റാൾ എടുക്കുമ്പോൾ ധാരാളം പേർ വരുന്നു. ചിലവ് കുറവായിരിക്കും. നിങ്ങൾ ഇവിടെ വരുന്നു ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ രാജപദം വാങ്ങുന്നതിനായി. അപ്പോൾ എക്സിബിഷനിലും വരും സ്വർഗത്തിൻ്റെ രാജപദം വാങ്ങുന്നതിന് വേണ്ടി. ഇത് കടയാണല്ലോ. ബാബ പറയുന്നു, ഈ ജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം സുഖം ലഭിക്കും. അതിനാൽ നല്ല രീതിയിൽ പഠിച്ച് പുരുഷാർത്ഥം ചെയ്ത് ഫുൾ പാസ്സാകണം. ബാബ തന്നെയാണ് ഇരുന്ന് തൻ്റെയും രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ പരിചയം നൽകുന്നത്. മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾ ത്രികാലദർശി ആകുന്നു. ബാബ പറയുന്നു, ഞാൻ ആരാണോ എങ്ങനെയാണോ എന്നെ യഥാർത്ഥ രീതിയിൽ ആരും അറിയുന്നില്ല. നിങ്ങളിലും നമ്പർ വൈസാണ്. അഥവാ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കുമായിരുന്നില്ല. ഇത് പഠനമാണ്. ഭഗവാൻ ഇരുന്ന് പഠിപ്പിക്കുന്നു. പറയുന്നു, ഞാൻ നിങ്ങളുടെ ഒബീഡിയൻ സെർവൻ്റാണ്. പിതാവും ടീച്ചറും രണ്ടുപേരും ഒബീഡിയൻ സെർവൻ്റാണ്. ഡ്രാമയിൽ എൻ്റെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. പിന്നെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകും. ശ്രീമത്തിലൂടെ നടന്ന് പാസ് വിത്ത് ഓണർ ആകേണ്ടതാണ്. പഠനമാണെങ്കിൽ വളരെ സഹജമാണ്. ഏറ്റവും വൃദ്ധൻ ഈ പഠിപ്പിക്കുന്ന ഒന്നാണ്. ശിവ് ബാബ പറയുന്നു, ഞാൻ വൃദ്ധനല്ല. ആത്മാവ് ഒരിക്കലും വൃദ്ധാവസ്ഥയിൽ ആകുന്നില്ല. പിന്നെ കല്ലുബുദ്ധിയാകുന്നു. എൻ്റേതാണെങ്കിൽ പവിഴ ബുദ്ധി തന്നെയാണ്. അതിനാലാണ് നിങ്ങളെ പാരസ് ബുദ്ധി ആക്കുവാൻ വന്നത്. കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു. എണ്ണമറ്റ തവണ നിങ്ങളെ പഠിപ്പിക്കുന്നു. വീണ്ടും മറന്നുപോകും. സത്യയുഗത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. എത്ര നല്ല രീതിയിൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെയുള്ള ബാബയുമായി പിന്നെ ബന്ധം വേർപെടുത്തുന്നു. അതിനാൽ പറയുന്നു, മഹാവിഡ്ഢിയെ കാണണമെങ്കിൽ ഇവിടെ നോക്കൂ. ആരിൽ നിന്നാണോ സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള ബാബയെയും ഉപേക്ഷിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ മതത്തിലൂടെ നടക്കുമെങ്കിൽ അമരലോകത്തിൽ വിശ്വത്തിൻ്റെ മഹാരാജാവും മഹാറാണിയുമാകും. ഇത് മൃത്യുലോകമാണ്. കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ തന്നെയാണ് പൂജ്യ ദേവി ദേവത ആയിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്തായി മാറിയിരിക്കുകയാണ്? പതീതവും യാചകരും. ഇപ്പോൾ വീണ്ടും നമ്മൾ തന്നെ പ്രിൻസ് ആകാൻ പോകുന്നവരാണ്. എല്ലാവരുടേതും ഏകരസ പുരുഷാർത്ഥം ആവുക സാധ്യമല്ല. ചിലർ തകരുന്നു, ചിലർ ട്രെയിറ്ററായി മാറുന്നു. ഇങ്ങനെയുള്ള ട്രെയിറ്റേഴ്സും ധാരാളമുണ്ട്. അവരോട് സംസാരിക്കാൻ പോലും പാടില്ലാത്തതാണ്. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കൂ, ആസുരീയത ഉള്ളവരാണ്. നല്ല കൂട്ടുകെട്ട് അക്കരെ എത്തിക്കും. മോശമായ കൂട്ടുകെട്ട് മുക്കി താഴ്ത്തും. ആരാണോ ജ്ഞാനത്തിൽ സമർത്ഥർ, ബാബയുടെ ഹൃദയത്തിൽ കയറുന്നവർ, അവരുടെ കൂട്ടുകൂടൂ. അവർ നിങ്ങളെ ജ്ഞാനത്തിൻ്റെ മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ സർവീസബിളും വിശ്വസ്തരും ആജ്ഞാകാരികളുമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആരാണോ ദേഹരഹിതനും വിചിത്രവുമായത്, ആ ബാബയോട് സ്നേഹം വയ്ക്കണം. ഏതെങ്കിലും ദേഹധാരിയുടെ നാമരൂപത്തിൽ ബുദ്ധി കൊടുക്കരുത്. മായയുടെ ഇടി ഏൽക്കരുത്. ഈ സംരക്ഷണം ചെയ്യണം. ആരാണോ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കേൾപ്പിക്കുന്നത്, അവരുടെ കൂട്ട് കൂടരുത്. ഫുൾ പാസ് ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. മുള്ളുകളെ പുഷ്പമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. വരദാനം: ഒരു ബാബ രണ്ടാമതാരുമില്ല. ഈ സ്മൃതിയിലൂടെ ബന്ധനമുക്തവും യോഗയുക്തവുമായി ഭവിക്കട്ടെ.
ഇപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനാൽ ബന്ധനമുക്തവും യോഗയുക്തവുമാകൂ. ബന്ധനമുക്തം എന്നാൽ ലൂസ് ഡ്രസ്, ടൈറ്റ് അല്ല. ഓർഡർ ലഭിച്ചു, സെക്കൻഡിൽ പോയി. ഇങ്ങനെയുള്ള ബന്ധനമുക്തവും യോഗയുക്തവുമായ സ്ഥിതിയുടെ വരദാനം പ്രാപ്തമാക്കുന്നതിനായി സദാ ഈ വാഗ്ദാനം സ്മൃതിയിൽ ഉണ്ടായിരിക്കണം: ഒരു ബാബ, രണ്ടാമതാരുമില്ല. കാരണം വീട്ടിലേക്ക് പോകുന്നതിനായും സത്യയോഗി രാജ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയും ഈ പഴയ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഇങ്ങനെ എവർ റെഡി ആയോ? അതോ ഇപ്പോൾ വരെയും ചില ചരടുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ പഴയ വസ്ത്രം ടൈറ്റ് അല്ലല്ലോ. സ്ലോഗൻ: വ്യർത്ഥ സങ്കല്പങ്ങളാകുന്ന എക്സ്ട്രാ ഭോജനം കഴിക്കാതിരിക്കൂ. അപ്പോൾ പൊണ്ണത്തടിയുടെ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടും. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ബാബയ്ക്ക് ഏറ്റവും മേന്മയുള്ള വസ്തുവായി തോന്നുന്നത് സത്യതയാണ്. അതിനാൽ ഭക്തിയിലും ഗോഡ് ഇസ് ട്രൂത്ത് എന്ന് പറയുന്നു. ഏറ്റവും പ്രിയമുള്ള വസ്തു സത്യതയാണ്. കാരണം ഏതിൽ സത്യത ഉണ്ടായിരിക്കുമോ അതിൽ സ്വച്ഛത ഉണ്ടായിരിക്കും. അത് ക്ലീനും ക്ലിയറും ആയിരിക്കും. അപ്പോൾ സത്യതയുടെ വിശേഷത ഒരിക്കലും ഉപേക്ഷിക്കരുത്. സത്യതയുടെ ശക്തി ഒരു ലിഫ്റ്റായി പ്രവർത്തിക്കുന്നു. ഓം ശാന്തി. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച്
ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യ പ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.